Hi guys, welcome back to my YouTube channel. Yeah, welcome back. നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോണേ? എമ്പുരാൻ കാണാൻ. നീ എത്രാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ. ഹൗസ്ഫുൾ ആണ് ഷോ. അതാണ് നമ്മളിപ്പോ പോയി കാണും. എന്നിട്ട് നമ്മളൊന്ന് റിവ്യൂ പറയും. അപ്പൊ നിങ്ങൾ ഇത് കാണും. എന്നിട്ട് നിങ്ങൾ ഇത് പോയി കാണും. എന്ത് പറയുന്നു? നമ്മൾ ഇന്ന് കട്ട് ചെയ്യാത്ത വെർഷനാണ് കാണാൻ പോകുന്നത് അല്ലേ? അതെ, നാളെ തൊട്ട് 17 സീൻ കട്ട് ചെയ്യാൻ പോകുന്നു. നമ്മൾ റിയൽ വൺസ്. സോ സാഡ്. ഇതുവരെ കാണാൻ പറ്റാത്തവരെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു. ഫസ്റ്റ് കണ്ട എക്സ്പീരിയൻസ് പറ. നൈസായിരുന്നു. എനിക്ക് സംഭവം ലൂസിഫറിനെക്കാളും ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറയുന്നുണ്ട് ഒരു ഭയങ്കര ഹൈപ്പ്, നമ്മൾ വിചാരിച്ച ഹൈപ്പിനനുസരിച്ചൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നിന്റെ അഭിപ്രായം എന്താ ഫസ്റ്റ് ഒരിക്കൽ കണ്ടത് വെച്ചിട്ട്? ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷേ സിനിമ കണ്ടപ്പോൾ നൈസായിരുന്നു. വെരി ഗുഡ്. അമീർ ഖാനും ഷാറൂഖ് ഖാനും ഒക്കെ സീനായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് അതാണ് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ റിവ്യൂ അതാണ്, സിനിമ കൊള്ളാം. അപ്പം ഇനി ഞാൻ പോയി കണ്ടിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, നമ്മൾ എവിടെയാ കാണാൻ പോണേ? എത്ര മണിക്കുള്ള ഷോ? 7:30. ഓക്കെ, നാണുണ്ട്, നന്ദനുണ്ട്, നന്ദൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, നന്ദൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ പറയാം ഗൈസ്. ബൈ. പാർക്കിംഗ് കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് ദൂരെ കൊണ്ട് പാർക്ക് ചെയ്ത് നമ്മൾ എത്ര 400 മീറ്റർ നടക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ തമ്പാനൂരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോഴത്തേനും അതിന് മുമ്പുള്ള ഷോ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം നന്ദൻ പറയുമായിരുന്നു ഭയങ്കര റേറ്റാണ് ഇവിടുത്തെ സാധനങ്ങൾ, അതുകൂടെ ഒന്ന് വീഡിയോയിൽ പറഞ്ഞേക്കാൻ പറഞ്ഞാൽ അവൻ തന്നെ എടുത്ത വീഡിയോ ആയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷോക്ക് വേണ്ടിയിട്ട് അകത്ത് ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ 7:30 മൂവിക്ക് പോകുന്നത് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദിസ് വൺ ഈസ് കംപ്ലീറ്റ്ലി അബൌട്ട് എംപുരാൻ റിവ്യൂ. ആക്ച്വലി ഞാൻ റിവ്യൂ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് എന്താ പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആക്ച്വലി ഈ മൂവി കാണാൻ പോകുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ റിവ്യൂസ് ഒന്നും നോക്കാറില്ല. ഇൻസ്റ്റയിൽ ഞാനിങ്ങനെ ആ സമയത്ത് ഞാൻ ഇൻസ്റ്റ റിയാക്ട് ചെയ്തു. അപ്പം ഞാൻ കൂടുതലൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഓഫീസിലുള്ള കൊളീഗ്സ് ഒക്കെ കണ്ടിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇഫ് യു ആർ എ മോഹൻലാൽ ഫാൻ ഭയങ്കര റൊമാൻചൊക്കെ വരും. പിന്നെ ഞാൻ ചോദിച്ചു ഹൈപ്പിനനുസരിച്ചുണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അത്രയ്ക്കൊന്നുമില്ല അങ്ങനെയാണ്. അപ്പം ഞാൻ വാസ് ലൈക്ക് ഓക്കെ, അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ പോയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ലിറ്ററലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഒത്തിരി ഇംഗ്ലീഷ് മൂവീസ് ഒന്നും കാണുന്ന ഒരാളല്ല. ഒത്തിരി നല്ല ഞാൻ ഇംഗ്ലീഷ് മൂവീസ് ഒന്നും കാണാറില്ല. മൂവീസ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അമ്പുരാൻ കണ്ടപ്പോ എന്താ ഫീൽ ആയെന്ന് വെച്ചാൽ അതിന്റെ മേക്കിങ്ങിനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. സൂപ്പർ ആയിരുന്നു. ഭയങ്കര രസമുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താ അതിലുള്ള എനിക്ക് അറിഞ്ഞൂടാ. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് പ്രസന്റ് ചെയ്ത രീതിയാണെങ്കിലും ആ മൂവി മേക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അടി വാങ്ങാൻ വരുന്നവനും അടി കൊള്ളാൻ വരുന്നവനൊക്കെ കാണാൻ അടാറ് ഭംഗിയാവും. എനിക്കറിയില്ല ഇന്ന ഭംഗിയാണെന്നറിയോ. അതിലൊരു ഏജന്റ് ഉണ്ട്, അതിനെ കാണാൻ എന്റെ പൊന്നു ദൈവമേ, അതിനെ കാണാൻ വേണ്ടിയിട്ട് മൂവി എനിക്ക് കൂടെ കാണുന്നുണ്ട്. ലൈക്ക് എന്നാ ഭംഗിയാ എല്ലാരും, ഭയങ്കര രസമാ. അതിനകത്ത് ഇടയ്ക്ക് മോഹൻലാലിന് ഡോറ് തുറന്നു കൊടുക്കുന്നൊക്കെ ഒരാളുണ്ട്. എന്റെ പൊന്നോ ഇത് എന്തുവാ. ഞാൻ നോക്കുമ്പോ അടി കൊള്ളാൻ വരുന്നവനും അടി കൊടുക്കാൻ വരുന്നവനും ഒക്കെ ഭയങ്കര ഭംഗി. അങ്ങനെ പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ്, ഹെലികോപ്റ്റേഴ്സ്, അതൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ തന്നെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ആൻഡ് എനിക്കറിയില്ല എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തിനാ അവർ ഇത്രയും ഇതായിട്ട് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ അവര് ഞാൻ ഈ കുഞ്ഞു കാര്യങ്ങൾക്ക് കഴിയുന്ന ആളാണ്. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ ആ ഫസ്റ്റ് അതൊക്കെ കണ്ടപ്പോൾ വിഷം തോന്നുന്നു. കാരണം ഇതൊക്കെ റിയൽ ആയിട്ട് ഒരാൾ അനുഭവിച്ചതല്ലേ. അങ്ങനെ ഞാൻ മറ്റേ ആടുജീവിതം കാണാൻ പോയപ്പം എന്റെ കൂടെ ഞങ്ങൾ സാനപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം കിട്ടാണ്ട് കിടക്കുകയെന്ന് പറഞ്ഞ് മേടിച്ച സമയം പോലും പിടിക്കാത്ത ഒരു ടൈപ്പ് വട്ടി കേസാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്,
നല്ല മൂവിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പ് കിട്ടും എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് പറയണമെന്നൊന്നും അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് സിംപ്ലി എ ഗുഡ് മൂവി. ഞാൻ ഇനിയും പോകും ഒരിക്കൽ കൂടെ. അതിപ്പോ കട്ട് ചെയ്ത വേർഷൻ ആയിരിക്കും കാണുന്നത്. ഇപ്പൊ ഞാൻ കണ്ടത് കട്ട് ചെയ്യാത്ത വേർഷനാ. എനിക്ക് അച്ഛനും അമ്മയും കൂടെ പോകണം. അപ്പൊ ഞാൻ പോകും. ആൻഡ് ലിറ്ററലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. പൃഥ്വിയുടെ ഡയറക്ഷൻ, ഓ മൈ ഗാഡ്, എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഭയങ്കര നൈസ് ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് സിനിമ കഴിഞ്ഞിറങ്ങി റിവ്യൂ പറയുന്നത് എനിക്ക് ഒത്തിരി ആവേശമായിരുന്നു പറയാൻ. പക്ഷേ വീട്ടിൽ വന്നപ്പം കണ്ടില്ലായിരുന്നു. വേഗം ഉറങ്ങി. രാവിലെ നീറ്റും ഓഫീസിൽ പോയി. പിന്നെ കുറെ ദിവസം ഞാൻ മറ്റേ ഇൻട്രോവേർട്ട് അറിയായിരുന്നു. അപ്പൊ അതൊന്നും പറ്റില്ല. ഇന്ന് ഞാൻ കുറച്ച് സമയത്തേക്ക് എക്സ്ട്രോവേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു പറയാം. അപ്പൊ അത്രേ. ആ കഥ തന്നെ പോയി കണ്ടു. നൈസ് മൂവിയ, ഇഷ്ടപ്പെടും, നിരാശപ്പെടുത്തില്ല. ആൻഡ് ഈ പാർട്ടി അങ്ങനത്തെ കാര്യമൊക്കെ മാറ്റി വെച്ചിട്ട് പോയി കാണും നിങ്ങള്. എന്റെ ഉണ്ടായ സംഭവമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, ഇല്ലാത്തതൊന്നും പറഞ്ഞിരുന്നില്ല. ആൻഡ് അതിനകത്ത് എല്ലാ പാർട്ടിക്കാർക്കും കുഞ്ഞു കുഞ്ഞു കുത്തു കൊടുക്കുന്നുണ്ട്. ലൈക്ക് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്ത് കാണാവുന്നതേ ഉള്ളൂ. സോ നൈസ്. ആൻഡ് ആ പാട്ടൊക്കെ നമുക്ക് അല്ലാണ്ട് കേൾക്കുമ്പോൾ വലിയ ഫീൽ തോന്നുന്നു. പക്ഷെ ആ മൂവിയിൽ കാണുമ്പോഴത്തേനും അയ്യോ എനിക്കറിയില്ല. പിന്നെ എന്താ പറയാ, മഞ്ജു വാര്യർ, അയ്യോ അതിനകത്ത് മഞ്ജു ചേച്ചി യൂസ് ചെയ്യുന്ന സാരീസ്, ഓ മൈ ഗോഡ്, ലിറ്ററലി നൈസ്. അടിപൊളി സാരീസ് ആട്ടോ അത്. അതിന്റെ അതിനകത്തേക്ക് ലാസ്റ്റ് വരുന്ന ഒരു ലുക്ക് ഉണ്ട്, അയ്യോ എന്നാ ഭംഗിയാന്നേ. ഞാനൊക്കെ 25 വയസ്സിൽ എങ്ങനെ ഇരിക്കും, അവരെന്താ, ഓ മൈ ഗോഡ് എത്ര കിട്ടില്ല, ഭയങ്കര രസമുണ്ട്. പിന്നെ എല്ലാവരും എല്ലാവർക്കും കുഞ്ഞു 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 റോൾസ്, അതായത് കുഞ്ഞു 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 സ്ക്രീൻ ടൈം. പക്ഷെ അതെല്ലാം എല്ലാവരും നല്ല ഭംഗിക്ക് വന്ന് ചെയ്തിട്ട് പോയി. എനിക്ക് മെയിനായിട്ട് വേണം ബൈ ചേട്ടൻ, അയ്യോ അടിപൊളി. വന്ന് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് പോയതിലോ ഭയങ്കര രസമുണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്ത് പറയാനാണെങ്കിൽ അതിൻ്റെ അടുത്ത് കണ്ട ഒരാൾ പറഞ്ഞതാണ്, അല്ല ഞാൻ ഇവിടെ കേട്ടതാ, ലൈക്ക് ലാലേട്ടന്റെ എൻട്രി ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. സോ ലാലേട്ടൻ വരുന്നവരെ ഭയങ്കര ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. നോ നെവർ, അതിനകത്ത് ലാലേട്ടന് കൊടുക്കാൻ പറ്റുന്ന സ്ക്രീൻ പ്രസൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിനകത്ത് ഈ ഉറക്കം തൂങ്ങിയിരിക്കാൻ എന്തായാലും എനിക്കറിയില്ല. ഞാനൊക്കെ ഇങ്ങനെ അയ്യോ 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 അങ്ങനെയൊക്കെ ഇരുന്നു. എനിക്കറിയില്ല അവർ പറഞ്ഞിട്ട് ആ ഒരു എനിക്കറിയില്ല പോട്ടെ. എനിക്ക് അതിനെ കാണാൻ കമ്പനി ഞാൻ ആരും അല്ലാതെ ഞാൻ പറഞ്ഞില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ കണ്ട എമ്പുരാൻ വാസ് ലൈക്ക് ലിറ്ററലി തീയാണ് നോക്കി. പോയി കാണണം, എല്ലാരും കാണണം. ഓക്കെ. പിന്നെ നമ്മൾ കണ്ട അവർക്ക് പൈസ കിട്ടുമല്ലോ അങ്ങനെ ചിന്തിക്കാണ്ട്, കാരണം അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ലൈക്ക് അവർ എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ പോയി കാണുന്നതിന് എന്താ കുഴപ്പം? ലിറ്ററലി വാസ് സോ നൈസ്. എന്താ പറയാ, കിട്ടില്ല പോയി കാണുന്നില്ല. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് പാർട്ട്. എനിക്കറിയില്ല, ഈ 5 വർഷം കൂടുമ്പോൾ മൂവി വന്ന് ലാസ്റ്റ് ഞാൻ എന്റെ കൊച്ചിനെയൊക്കെ കൊണ്ടുപോയി ഇതിന്റെ എല്ലാ പാട്ടും കാണേണ്ടി വരുന്നതാണ് എന്റെ ഇഷ്ടം. ആൻഡ് ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത പാർട്ടിനായിട്ട്. ആൻഡ് ഇതിന്റെ ആ ഒരു എൻ പോർഷനിലുള്ള ആ ഒരു സസ്പെൻസ് ലൈക്ക് ഓൾറെഡി എന്റെ മൈൻഡിൽ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് നമുക്ക് കുറെ ഊഹങ്ങൾ വരുമല്ലോ. അങ്ങനെയുള്ളൊരു ആ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റുള്ള ആളുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് കഴിഞ്ഞ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു സോ നൈസ്, നല്ല മൂവി. ഓക്കെ, ബൈ.